തോന്നുന്നുണ്ടോ? ഒരു തോന്നുന്നില്ല. പുള്ളി ഓൾറെഡി എക്സ്പെരിമെന്റ് ചെയ്ത സാധനമല്ല. ഈ ട്വിസ്റ്റുകളൊക്കെ ഒരു രക്ഷയില്ല. നല്ല മേക്കിംഗ് ആട്ടോ. ഓരോ ഫ്രെയിംസും സ്പെഷ്യലി ശ്യാം മോഹൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, പുള്ളിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിയെ കുറേ നാളിന് മുമ്പോട്ടേ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സുരാജ് ഏട്ടൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മൊത്തത്തിലുള്ളൊരു ഇതുണ്ടല്ലോ, ശരിക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ അടിപൊളി മൂവിയാണ്. ഒരു രക്ഷയില്ല. ഓരോ മിനിറ്റും നമുക്ക് ത്രില്ലിംഗ് ആണ്. പ്രഡിക്റ്റബിൾ അല്ല ഒരു സീൻസ് പോലും. ഒരു രക്ഷയില്ല. സൂപ്പർ. അതായത് ആവർത്തന വിരസമില്ലാത്ത കോമഡീസ്, പുതിയ കോമഡികളാണ്. അല്ല, ഒരു വൺ ടൈം വാച്ചബിളാണ്. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റും. സുരാജേട്ടൻ്റെ നല്ലൊരു കിട്ടിലും പെർഫോമൻസും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഫീൽ ഗുഡ് പക്ക നല്ല സൈലൻ്റ് പടമാണ്. കണ്ട് ധൈര്യമായിട്ട് കണ്ടു. ഒരു പ്രശ്നമില്ല. സൂപ്പർ പടം. നിങ്ങൾക്കൊരു ഫുൾ ഓൺ കോമഡി ചിരിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ധൈര്യം ഈ പടത്തെ ചിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മിസ്സാവത്തില്ല. ഉറപ്പായിട്ട് ധൈര്യം. പിന്നെ സുരാജേട്ടൻ്റെ നല്ല എക്സ്ലൈൻ ലെവലിൽ സൈക്കോ എന്ന ക്യാരക്ടറോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ടേൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പടം കണ്ടിരുന്ന ഒക്കെ മസ്റ്റഡ് ഇല്ല വാച്ചുള്ളാക്കി. ഫാമിലി ഫുൾ സൈക്കോ ആണോ? അത് നിങ്ങൾ പടം കണ്ടിട്ട് കാണിച്ചു. ആ ഫാമിലിക്കുള്ള എല്ലാ സാധനവും പടം കണ്ടു പോകും. അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും വർക്കൗട്ടോ. കൊള്ളാം. വളരെ നല്ല ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ടായിട്ടുണ്ട് പടം. സുരാജ് ഏട്ടൻ്റെ എല്ലാവരുടെയും പെർഫോമൻസ് കൊള്ളാം. സുരാജ് ഏട്ടൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ഏറ്റവും നല്ലൊരു സുരാജ് ഏട്ടൻ്റെ പെർഫോമൻസ് ആയിട്ടാണ്. ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. അതിൽ സസ്പെൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ആയിട്ടുണ്ട്. അമീർ പള്ളിക്കൽ അത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സുധീർ സാറിൻ്റെയും വ്യത്യസ്തമായിട്ട് ഇതുവരെ കണ്ടതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാണാൻ കഴിയുന്നത്. ഒരു ഡാർക്ക് ഹ്യൂമർ ഫിലിമാണ്. നമ്മൾക്ക് ഇപ്പം മലയാളത്തിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. പിന്നെ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, സ്നേഹം കിട്ടിയാലല്ലേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കണ്ടൻറ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സുരാജ് ചേട്ടൻ ഒരു സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് എന്ന് പറയാൻ കോമഡി മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് പോയി. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോമഡിയും സീരിയസും ഒരു സൈക്കോ ആ ഒരു മോഡൽ എല്ലാ സാധനവും ചെയ്ത് ഫിലിമിൽ വരുന്നുണ്ട്. അപ്പം ക്രിസ്മസ് ഈടിയും നന്നായിട്ട് വിജയിക്കട്ടെ എന്ന് പറയാം. നല്ലൊരു കണ്ടിരിക്കാം. പിന്നെ തമാശ ചിരി എന്നേ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ കഥാപാത്രം ചെയ്യണ എല്ലാ ആൾക്കാരും എല്ലാം അടിപൊളി സൂപ്പറായിരുന്നു. ചിരിച്ച് തത്തു. ക്രിസ്മസ് ന്യൂ ഇയർ നമ്മുടെ സുരാജ് മൂഡിൻ്റെ പടം. ഈ ഡേഞ്ചറസ് ആണ് കണ്ടാവുക. ഫാമിലി ഇഷ്ടപ്പെടുന്ന മൂവി. നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും